എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭക്തരിൽ ശിവഭക്തി നിറയുന്ന നാളുകളാണ് മഹാശിവരാത്രിക്ക് മുന്നോടിയായുള്ള ദിവസങ്ങൾ. പുരാണ വിശ്വാസങ്ങൾ അനുസരിച്ച് ശിവപാർവതിമാരെ പൂജിക്കുന്നത് സത്യമായ പ്രണയം കണ്ടെത്താൻ സഹായിക്കും. ഈ വിശ്വാസമനുസരിച്ച് ചിലയിടങ്ങളിൽ ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ആളുകൾ ശിവരാത്രി വ്രതവും 16 തിങ്കളാഴ്ച വ്രതവും ആചരിക്കാറുണ്ട്. കാരണം ശിവപാർവതിമാരുടെ പ്രണയം മനുഷ്യരുടെ പ്രണയസങ്കല്പങ്ങൾക്കും നിർവചനങ്ങൾക്കും അപ്പുറത്താണ്. ഹൈന്ദവ വിശ്വാസികൾ ശിവപാർവതിമാരെ ഒരു മാതൃകാ ദമ്പതികളായാണ് കണക്കാക്കുന്നത്. അവരുടെ കുടുംബത്തെ മാതൃകാ കുടുംബമായി സങ്കല്പിക്കുന്നു. പ്രണയത്തിൻ്റെ ഉദാത്ത മൂർത്തി സങ്കല്പമായ പരമശിവൻ പക്ഷെ പ്രണയത്തിൻ്റെ ദേവനായ കാമദേവനെ തൻ്റെ മൂന്നാം തൃക്കണ്ണ് തുറന്ന് എന്തിന് ഭസ്മമാക്കി എന്നത് പലർക്കുമുള്ള സംശയമാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരായിരുന്നു കാമദേവൻ എന്നതാണ്. പ്രണയം, ആസക്തി, ആവേശം, ആകർഷണം എന്നിവയുടെ ദേവനാണ് കാമദേവൻ. പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം അനുരക്തരാകുന്നത് കാമദേവൻ കാരണമാണെന്നാണ് വിശ്വാസം. അങ്ങനെ ജീവന്റെ തുടർച്ച ഉറപ്പാക്കുന്നത് കാമദേവനാണെന്നാണ് കരുതുന്നത്. പ്രണയമോ വികാരങ്ങളോ ഇല്ലെങ്കിൽ പ്രത്യുൽപാദനത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാവില്ല എന്നതിനാൽ ആളുകളിൽ സ്നേഹവും ആഗ്രഹവും പോലുള്ള വികാരങ്ങൾ ജനിപ്പിക്കുക എന്നത് കാമദേവന്റെ കടമയായി കരുതപ്പെടുന്നു. സതിയുടെ പിതാവായ പ്രജാപതി ദക്ഷൻ ഒരു വലിയ യാഗത്തിന് ശിവനെ ക്ഷണിക്കാതെ മാറ്റി നിർത്തി. പിതാവ് ഭർത്താവിനെ അപമാനിച്ചത് സതിക്ക് താങ്ങാനായില്ല. ഭർത്താവിനോടുള്ള ഈ അനാദരവ് സഹിക്കാൻ കഴിയാതെ അവൾ യാഗാഗ്നിയിലേക്ക് ചാടി ആത്മഹുതി ചെയ്തു. ഇതു കേട്ട ശിവൻ കോപത്തിലും ദുഃഖത്തിലും മുങ്ങി. പ്രതികാരത്തിന് ശേഷം അദ്ദേഹം കഠിന തപസ്സിൽ മുഴുകി. ജ്ഞാനത്തിന്റെ അകക്കണ്ണായ മൂന്നാം തൃക്കണ്ണ് തുറന്നു. ശിവഭഗവാൻ തപസ്സിൽ മുഴുകിയതോടെ ഭൂമിയിൽ താരകാസുരന്റെ ദുഷ്ചെയ്തികൾ വർദ്ധിച്ചു. ബ്രഹ്മാവിന്റെ വരം മൂലം താരകാസുരനെ തടയാൻ ആർക്കും ആയില്ല. ശിവന്റെ മകന് മാത്രമേ തന്നെ വധിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന വരമായിരുന്നു താരകാസുരൻ ബ്രഹ്മാവിൽ നിന്നും വാങ്ങിയത്. ശിവഭഗവാൻ കഠിന തപസ്സിൽ ആകയാൽ അദ്ദേഹത്തിന് ഇനി ലൗകിക ജീവിതത്തിൽ താല്പര്യമുണ്ടാകില്ലെന്നും ഒരു മകൻ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും താരകാസുരന് അറിയാമായിരുന്നു. ഈ പ്രതിസന്ധിയിൽ സഹായം തേടി ദേവന്മാർ കാമദേവന്റെ അടുക്കലെത്തി. കാമദേവൻ തൻ്റെ പുഷ്പബാണമെയ്ത് ശിവഭഗവാനെ തപസ്സിൽ നിന്നും ഉണർത്തി. ജ്ഞാനത്തിൻ്റെ മൂന്നാം തൃക്കണ്ണ് ഭൗതിക ലോകത്തിന് അതീതമായ സത്യങ്ങളെയാണ് കാണുന്നത്. കാമദേവന്റെ അമ്പ് കൊണ്ടപ്പോൾ പരമശിവൻ തൻ്റെ മൂന്നാം തൃക്കണ്ണ് തുറന്നു. ആഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ മോഹത്തിൻ്റെ പ്രതിനിധിയായ കാമദേവൻ പ്രതിനിധാനം ചെയ്യുന്ന ആഗ്രഹങ്ങളെ ശിവഭഗവാന്റെ മൂന്നാം കണ്ണ് ദഹിപ്പിച്ചുവെന്നാണ് വിശ്വാസം. ചിലർക്കെങ്കിലും അറിയാവുന്ന കഥ തന്നെയാണ് ഇത്. എന്നിരുന്നാലും അറിയാത്തവർക്ക്, അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉള്ളതാണ് ഈ ഒരു വീഡിയോ. പുരാണങ്ങളും അതിലെ കഥകളും നമ്മളെല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതെല്ലാം തന്നെ വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനുള്ള മനസ്സും നമ്മൾ കാണിക്കണം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.